44 ലക്ഷം രൂപ മുടക്കി പണിത വരന്തരപ്പള്ളിയിലെ പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം ഇന്ന് തെരുവു നായ്ക്കൾക്കും പാമ്പുകൾക്കും വാസസ്ഥലമായി കാടുപിടിച്ച് നശിച്ചു കിടക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ സ്മാർട്ട് വില്ലേജിൻ്റെ ഭാഗമായി 3 വർഷം മുമ്പാണ് വില്ലേജ് ഓഫീസിന് തറക്കല്ലിട്ടത്. തുടർന്ന് 1 വർഷത്തിന് ശേഷം പണികൾ ആരംഭിച്ചെങ്കിലും ഇപ്പോൾ കെട്ടിടത്തിൻ്റെ പണികൾ നിർത്തിവച്ചിരിക്കുകയാണ്. 44 ലക്ഷം ചിലവിൽ 2 നിലകളിലായി 1500 സ്ക്വയർ ഫീറ്റിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മിതി ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം നടക്കുന്നത്. ജില്ലാ കളക്ടർക്കാണ് മേൽനോട്ട ചുമതല. ഇപ്പോൾ വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് വാടക കെട്ടിടത്തിൽ സൗകര്യങ്ങൾ ഇല്ലെന്ന് നാട്ടുകാരും ജീവനക്കാരും പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. സ്വകാര്യ വ്യക്തിക്ക് വില്ലേജ് ഓഫീസിൻ്റെ പറമ്പിലൂടെ വഴി വിട്ടു നൽകണം എന്നാവശ്യപ്പെട്ട് കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനാലാണ് കെട്ടിടത്തിൻ്റെ പണികൾ നിർത്തിവെച്ചതെന്നാണ് അധികൃതർ പറയുന്നത്. എത്രയും പെട്ടെന്ന് പണികൾ പൂർത്തിയാക്കി വില്ലേജ് ഓഫീസ് പ്രവർത്തനം ആരംഭിക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ സുരേഷ് ചെമ്മനാടൻ കളക്ടർക്ക് പരാതി നൽകി. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ പുതിയ കെട്ടിടമായ വില്ലേജ് ഓഫീസ് കാട് കയറി നശിച്ചു പോവുകയാണ്. ഈ സ്ഥാപനം ഇപ്പോൾ ഇഴജന്തുക്കളുടെയും നായ്ക്കളുടെയും ആവാസ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. 44 ലക്ഷം രൂപ ചെലവ് ചെയ്ത് 1 വർഷമായിട്ടും കാട് മൂടി കിടക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ആ ബിൽഡിങ് കിടക്കുന്നത്. നിലവിൽ ഈ പഞ്ചായത്ത് ബിൽഡിങ്ങിലാണ് വില്ലേജ് ഓഫീസ് നിലകൊള്ളുന്നത്. അത് 1-ാം നിലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ 1-ാം നിലയിലേക്ക് വയസ്സായവർക്കും അംഗപരിമിതർക്കും കയറി പോവാനായിട്ട് വളരെയധികം കഷ്ടത അനുഭവിക്കുകയാണ്. ഒരു സ്വകാര്യ വ്യക്തി വഴി ആവശ്യപ്പെട്ട് കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ചതാണ് ഇപ്പോൾ ആ ബിൽഡിങ് പണി പൂർത്തീകരിക്കാൻ പറ്റാത്തതെന്നാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് അറിയാൻ സാധിച്ചത്. ലക്ഷങ്ങൾ മുടക്കി ഈ ബിൽഡിങ് പണിതിട്ടിട്ട് ജനങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഗവൺമെൻറ് ഇതിൽ ഇടപെടണം. ഇത്രയും പൈസ മുടക്കിയിട്ട് ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത രീതിയിൽ കാടുമൂടി കിടക്കുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത്. അധികൃതരിൽ ഇതിൽ എത്രയും പെട്ടെന്ന് ഇടപെടണം. നിലവിൽ പഞ്ചായത്ത് ബിൽഡിങ്ങിലാണ് ഈ വില്ലേജ് ഓഫീസ് നിലകൊള്ളുന്നത്. അത് 1-ാം നിലയിലേക്ക് ഈ വയസ്സായവരും അംഗപരിമിതരും കയറി ചെന്നാൽ അവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലുള്ള ഒരു ഇടുങ്ങിയ ഒരു സ്ഥലമാണ് അവിടെ ഉള്ളത്. അവിടെ ഒന്ന് ഇരിക്കാനോ ഒന്ന് മാറി നിൽക്കാനോ പറ്റാത്ത രീതിയിലുള്ള ചെറിയൊരു സ്ഥലമാണ് അവിടെ ഇപ്പോൾ നിലകൊള്ളുന്നത്. ജനങ്ങൾക്ക് ഈ പുതിയ വില്ലേജ് ഓഫീസിലേക്ക് പോകാനായിട്ട് സൗകര്യമൊരുക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈവ് ന്യൂസിന് വേണ്ടി സുരേഷ് ചെമ്മനാടൻ. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 809039 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.